നമ്മുടെ ഈ ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ എസ്റ്റീം അതേഴ്സ്, അതായത് നമ്മളെക്കാൾ കൂടുതൽ വാല്യൂ അവർക്ക് കൽപ്പിക്കുക. അതായത് നമ്മളെക്കാൾ അവരെ നമ്മൾ ആ ലെവലിൽ ശ്രേഷ്ഠരായിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതെങ്ങനെ കാണാൻ കഴിയുന്നു? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരാൾ ഒരു മെസ്സേജ് ചെയ്ത്, ഒരു ഫോൺ ചെയ്ത്, നിങ്ങൾ ആ വ്യക്തിക്ക് വില മതിക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചതിന് ആൻസർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരാളെ വിലയേറിയവരായിട്ട് കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയുന്ന വാക്കുകൾ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യങ്ങളെ നാം മനസ്സിലാക്കുക. ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു, നമ്മൾ പോകേണ്ടതായ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വിഷയങ്ങൾ, പലരും പറയില്ല ഇങ്ങോട്ട് ആ വ്യക്തിയെ കണ്ടില്ല, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചു പോലുമില്ല. അപ്പം നമ്മളവരെ വിലയേറിയതായിട്ട് കാണുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അവരെ കരുതിയിട്ടുണ്ടെങ്കിൽ, അത് ഏറ്റവും വലുതാണ്. ആരോഗ്യകരമായ ഒരു ബന്ധം നിലനിർത്താൻ അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, കുടുംബജീവിതങ്ങളെല്ലാം വന്നേക്കുന്ന പ്രശ്നമാണ്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പരസ്പരം, ആ വ്യക്തി ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഒരു മുൻകോപിയായ ഒരു പുരുഷനാണ്. അപ്പം ആ ഭാര്യ അത് മനസ്സിലാക്കി. എന്ന് കണ്ടെങ്കിൽ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതല്ല, മീൻസ് എന്തോ അതിന് പറയുന്നത്, ഒരു അടിമയാന്നുള്ളതല്ല. ആ ബലഹീനതയെ സ്നേഹം കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് മാറ്റാൻ കഴിയും. 100 ഉദാഹരണങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ 2 ബാക്ക്ഗ്രൗണ്ട്, 2 ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരാണ്. മനസ്സിലാക്കാൻ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സ്നേഹിതരെ മനസ്സിലാക്കാൻ, അവരുടെ ബലഹീനതകളെ മനസ്സിലായിക്കൊണ്ട്, എന്നെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുക, എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രമെന്നുള്ളതല്ല, എൻ്റെ കുറവുകളോട് ഇഷ്ടപ്പെട്ട് എന്നെ അംഗീകരിക്കുന്നവർ, അവിടെയാണ് ബന്ധങ്ങളുടെ നിലനിൽപ്പ്. അപ്പം നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കാണുന്ന ഒരു തലം. രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് പരസ്പരം മനസ്സിലാക്കാൻ. വെറുതെ ഒന്നുമല്ല, ആ വ്യക്തിക്ക് ആവശ്യങ്ങളുണ്ട്, എന്നെപ്പോലെ ആവശ്യങ്ങളുണ്ട്, അവരുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്. അതും നമുക്കത് ചിലപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് ആദ്യം അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കത്തില്ലായിരിക്കാം. ഒരിക്കൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഒരു സ്ത്രീ ഒരു വീട്ടിലിങ്ങനെ യാചകയായിട്ടിങ്ങനെ ഒരു സഹായത്തിന് വേണ്ടി വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, ആ സ്ത്രീ നല്ലതല്ല, അവരിങ്ങനെ പല കള്ളം പറഞ്ഞ് അവർ പറയുന്നതൊന്നും സത്യമല്ല, അവർ കള്ളം പറഞ്ഞാണ് അവരിങ്ങനെ പല വീടുകളിൽ കയറി ഇറങ്ങുന്നത്. ഉടനെ ആ അമ്മ പറയാം, മോനെ, എനിക്കറിയാം അവൾ പറയുന്നതെല്ലാം സത്യമല്ല, പക്ഷേ അവിടെ ഭർത്താവ് മരിച്ചുപോയി. ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയുള്ളൊരു ശ്രമം അവിടെ. ഇപ്പം കണ്ടില്ലയോ, സത്യം അതല്ല, പക്ഷേ അതിനകത്തൂടെ കൃപയുടെ കണ്ണിലൂടെ, വേണേൽ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ, അതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരു തലം. മൂന്നാമത് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും, നമ്മൾ മൃഗങ്ങളല്ല, നമ്മളെപ്പോഴും സമൂഹ ജീവിയാണ് മനുഷ്യൻ. തിരക്ക് ജീവിതങ്ങളിൽ പോലും ഇവിടെ പറഞ്ഞിരിക്കും ഒന്നിനും സമയമില്ല. ആ തിരക്കിൻ്റെ നടുവിലും അതാ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത്. ആ തിരക്കിൻ്റെ നടുവിലും നാം സമയം മാറ്റിവെക്കുക. അതൊരു സംസാരിക്കാൻ, കുടുംബജീവിതങ്ങളിൽ അത്യാവശ്യം ഭാര്യ പറയുന്നത് കേൾക്കാൻ. ഞങ്ങൾ ഈ പ്രത്യേകിച്ച് ശുശ്രൂഷകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ചിലർക്ക് പറയാം, അവർക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട, അവരുടെ വിഷയം ഒന്ന് കേൾക്കണം. ചിലപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കേട്ടിരിക്കും. ആ കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് ഫ്രീയാകുകയാണ്. അപ്പം ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഹിയറിങ്, കേൾക്കാൻ വേഗതയും പറവാൻ താമസവും, കേൾക്കാൻ, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ഒരു തലം നമ്മൾ വളരെ ആവശ്യമാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. നാലാമത്, എല്ലാത്തിനും നന്ദി. എനിക്കാണെങ്കിൽ ഒരു 100 രൂപ ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ സഭയിൽ തന്നെ മക്കൾ ഒരു സീഡ് ഇട്ട അന്നേരം ഞാൻ താങ്ക്സ് ഫോർ യുവർ ടൈത്ത് അല്ലെങ്കിൽ സീഡ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ശുശ്രൂഷയ്ക്ക്, ഒരു ദൈവദാസൻ സഹായിക്കാം. അപ്പോൾ ഏത് തലങ്ങളിലും നന്ദിയോട്, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, നന്ദിയുണ്ട്. ആ ചെറിയ കാര്യങ്ങളിലൂടെ നന്ദി പറയാൻ. അപ്പം ഞാൻ ഈ ചെറിയ സന്ദേശം നിർത്തുകയാണ്. ആരോഗ്യപരമായൊരു ബന്ധത്തിന് ഏറ്റവുമാണ് നമ്മളെക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റുള്ളവരെ കാണുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരാരാണെന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ തന്നെ ഒരു മാറ്റം നമ്മളിൽ വരും. 3, നമ്മുടെ ബന്ധങ്ങൾ, അതായത് റിലേഷൻഷിപ്പിനോട് ബന്ധപ്പെട്ടാണ് കമ്മ്യൂണിക്കേഷൻ. അത് നമ്മളിൽ ബന്ധങ്ങളെ ഉറപ്പിക്കുക മാത്രമല്ല, സ്ട്രെങ്ത് ചെയ്യുകയും
അത് ശക്തിപ്പെടുത്തും. 4, നന്ദിയുള്ളവരായി എല്ലാത്തിനും, ദൈവത്തോടും സമൂഹത്തോടും എല്ലാം. ദൈവം നീ തന്നതിനെല്ലാം, നീ എന്നെ ശ്വസിക്കാൻ, കർത്താവെ ജീവിക്കാൻ, നീ തന്ന ചുറ്റുപാടുകൾക്കായി, നന്മകൾക്കായി എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോടും എല്ലാം നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ, അതുകൊണ്ട് പിന്നെ ആരോഗ്യപരമായ ഒരു ബന്ധത്തിനൊരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഞാൻ. ഫോർഗിവ്നെസ്, മറ്റുള്ളവരെ ക്ഷമിച്ച് വിട്ടയക്കാൻ, ഇതെല്ലാം ആരോഗ്യപരമായ ബന്ധങ്ങളെ ദൈവം നടത്തും. ഗോഡ് ബ്ലെസ് യു.